ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് ടെക്നിക്കൽ അനാലിസിസിലെ ആദ്യത്തെ പോർഷനായിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡലും അതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡലിനെയും പറ്റിയിട്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് സിംഗിൾ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ ഒരു ക്യാൻഡൽസ്റ്റിക് ടൈപ്പാണ്. അതായത് ഇത്തരത്തിലുള്ള ഓരോ ക്യാൻഡൽസ് ഫോമായി കഴിഞ്ഞാൽ അടുത്ത് മുകളിലേക്കാണോ വില കൂടാനായിട്ടാണോ സാധ്യത, അല്ലെങ്കിൽ താഴേക്ക് വില ഇടിയാനായിട്ടാണോ സാധ്യത എന്ന് എക്സാക്ട്ലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സിംഗിൾ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി ഈ ഒരു സെഷനിൽ പഠിച്ച് മനസ്സിലാക്കാം. നേരെ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ സിംഗിൾ ക്യാൻഡൽസ്റ്റിക് പാറ്റേണിൽ ആദ്യം വരുന്ന ഒരു ക്യാൻഡൽസ്റ്റിക് ടൈപ്പാണ് മർബോസു ക്യാൻഡിൽ. അതിൽ തന്നെ നമുക്ക് ബുള്ളിഷ് മർബോസും കാണാനായിട്ട് സാധിക്കും, അതുപോലെ ബെയറിഷ് മർബോസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ബുള്ളിഷ് മർബോസ് എപ്പോഴും ഫോം ആകുന്നത് അപ്പർ വിക്കോ ലോവർ വിക്കോ ഫോം ആകാതെ ബോഡി മാത്രമായിട്ട് ഫോം ആകുന്ന ഗ്രീൻ ക്യാൻഡിൽസിനെയാണ് നമ്മൾ ബുള്ളിഷ് മർബോസു ക്യാൻഡിൽ എന്ന് വിളിക്കുന്നത്. അതേസമയം അപ്പർ വിക്കോ ലോവർ വിക്കോ ഫോം ആകാതെ റെഡ് കളറിൽ ഫോം ആകുന്ന ക്യാൻഡിൽസിനെയാണ് നമ്മൾ ബെയറിഷ് മർബോസു എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവയ്ക്ക് അപ്പർ വിക്കോ ലോവർ വിക്കോ ഫോം ആകാത്തത് എന്നൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഓപ്പൺ പ്രൈസ് ബോഡിയുടെ താഴെയാണ് വരുന്നത്. സോ ഓപ്പൺ ഈക്വൽ ടു ലോ ഒരു നമുക്ക് 100 കൊടുക്കാം. അതിനർത്ഥം ഇപ്പം ഞാനിവിടെ ടൈം ഫ്രെയിം കൊടുത്തിട്ടുള്ളത് 1 ഡേ ആണ്. ഇന്നത്തെ ദിവസം ഓപ്പണായ വില 100 രൂപയാണ്. അതേ 100 രൂപ തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ലോ പ്രൈസ്. അതായത് ഓപ്പണും ലോയും ഒരേ വിലയിലായതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇവിടെ ഒരു ലോവർ വിക്ക് ഫോം ആകാത്തത്. ലോവർ വിക്ക് ഫോം ആകണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഓപ്പണിങ്ങിന് ശേഷം 100 രൂപയിൽ ഓപ്പണായി അതിനുശേഷം 100-ന് താഴെ വില പോകണമായിരുന്നു. എന്നാൽ മാത്രമേ അവിടെ ലോവർ വിക്ക് ഫോം ആകത്തുള്ളൂ. പക്ഷേ ഓപ്പണായ വില തന്നെയാണ് അന്നത്തെ ദിവസത്തെ ലോ പ്രൈസ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ലോവർ വിക്ക് ഫോം ആകത്തില്ല. സെയിം സിറ്റുവേഷനാണ് അപ്പർ സൈഡിൽ നോക്കുവാണെങ്കിലും. എന്തുകൊണ്ടാണ് അപ്പർ വിക്ക് ഫോം ആകാത്തത്? ക്ലോസും അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ ഹൈ പ്രൈസും രണ്ടും ഒരേ വിലയിലായിരുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം, ഒരു 110 രൂപ കൊടുക്കാം. അതായത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയത് 110 രൂപയിലാണ്. അതേ 110 തന്നെയാണ് അന്നത്തെ ദിവസത്തെ ഹൈ പ്രൈസും. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു അപ്പർ വിക്ക് മേളിലേക്ക് ഫോം ആകത്തില്ല. ഇനി ബെയറിഷ് ക്യാൻഡിലിൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കിയാലോ? ഇവിടെ ഓപ്പൺ ആകുന്നത് മുകളിലാണ് എന്ന് നമുക്കറിയാം. ഓപ്പൺ ഈക്വൽ ടു ഹൈ ആയതുകൊണ്ടാണ് എന്ത് ഫോം ആകാത്തത്? ഇവിടെ ഒരു അപ്പർ വിക്ക് ഫോം ആകാത്തത്. ഒരു എക്സാമ്പിൾ ഞാനിവിടെ 110 രൂപ കൊടുക്കുകയാണ്. അതായത് ഓപ്പൺ പ്രൈസും ഹൈ പ്രൈസും ഒരേ 110 രൂപയാണ്. ഇനി താഴ്ഭാഗത്ത് എന്തുകൊണ്ട് ലോവർ വിക്ക് ഫോം ആയില്ല? താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോയും അതുപോലെ തന്നെ ക്ലോസ് പ്രൈസും സെയിം ഒരേ വിലയിലായിരുന്നു. ഒരു എക്സാമ്പിളിന് വേണ്ടി നമുക്കിവിടെ 100 രൂപ കൊടുക്കാം. 100 രൂപയിലായിരുന്നു അന്നത്തെ ദിവസത്തെ ലോയും. അതേ 100 രൂപയിൽ തന്നെയാണ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ആയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മർബോസ് ക്യാൻഡിൽസിൽ അപ്പർ വിക്കോ അല്ലെങ്കിൽ ലോവർ വിക്കോ ഫോം ആകത്തില്ല. ബോഡി മാത്രമായിട്ട് ഫോം ആകുന്ന ക്യാൻഡിൽസിനെയാണ് മർബോസു ക്യാൻഡിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബുള്ളിഷ് മർബോസ് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് പ്രഷർ. അതായത് ബയേഴ്സ് വലിയ രീതിയിൽ ആ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BTC USDT മേടിച്ച് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് പ്രഷറിനെയാണ് ബുള്ളിഷ് മർബോസു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറിനെയാണ് ബെയറിഷ് മർബോസ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ആരോ മാർക്കും കൂടെ ഇട്ട് പോകുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ്റ്റിക്കിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഡോജി ക്യാൻഡിൽസ്. അപ്പോൾ ഡോജി ക്യാൻഡിൽസിനകത്ത് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡോജീസ് വരുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നത് ഡോജി എന്താണ് എന്ന് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ അപ്പർ വിക്കും അല്ലെങ്കിൽ ലോവർ വിക്കും ഫോം ആകാതെ ബോഡി മാത്രമായിട്ട് ഫോം ആകുന്ന ക്യാൻഡിലാണ് കണ്ടത്. എന്നാൽ ഇവിടെ ബോഡി ഫോം ആകാതെ അപ്പർ വിക്കും ലോവർ വിക്കും ഇതുപോലെ ഉണ്ടാവും. ഇത്തരത്തിൽ വിക്ക് മാത്രമായിട്ട് ഫോം ആകുന്ന ക്യാൻഡിൽസിനെയാണ് നമ്മൾ ഡോജി ക്യാൻഡിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ബോഡി ഫോം ആകാത്തത് എന്നൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്കത് ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഹൈ ഞാനൊരു 120 രൂപ കൊടുക്കുവാണ്. ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് നോക്കുവാണെങ്കിൽ ലോയും ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. ലോ ഞാനൊരു 100 രൂപ കൊടുക്കുവാണ്. അതേസമയം എന്തുകൊണ്ടാണ് ഇവിടെ ബോഡി ഒരു ബുള്ളിഷ് കളർ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ ഒരു ബോഡി ഇവിടെ ഫോം ആയിട്ടില്ല? അതിന് കാരണം ഓപ്പൺ ഈക്വൽ ടു ക്ലോസ് ആണ്. അതായത് ഓപ്പണായ വിലയും അതുപോലെ തന്നെ ക്ലോസ് ആയ വിലയും സെയിം 110 രൂപയാണ്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം ഓപ്പണായ വില 110-ലാണ്. അതിനുശേഷം ലോ മേക്ക് ചെയ്തു, 100 രൂപ വരെ താഴേക്ക് ഇറങ്ങി
120 രൂപ വരെ മുകളിലേക്ക് പോയി അവസാനം ഇന്നത്തെ ദിവസം കഴിയുന്ന സമയത്ത് ആദ്യം ഓപ്പണായ അതേ 110 രൂപയിൽ തന്നെ വന്ന് ക്ലോസ് ആയി. ഒരു ബോഡി ഫോം ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഓപ്പൺ പ്രൈസിന് മുകളിൽ ക്ലോസ് ആകണം, അല്ലെങ്കിൽ ഓപ്പൺ പ്രൈസിന് താഴെ ക്ലോസ് ആകണം. എന്നാൽ മാത്രമേ ഒരു ബോഡി ഫോം ആകത്തുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഓപ്പണായ വിലയിൽ തന്നെ ക്ലോസ് ആയി, അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇവിടെ ഒരു ബോഡി ഫോം ആകത്തില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. എക്സാക്റ്റ് നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല. മുകളിലേക്ക് മൂവ് ചെയ്യുന്നോ അല്ലെങ്കിൽ വില താഴേക്ക് ഇടിയാനാണ് സാധ്യതയെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. മുകളിലേക്കും പോകാം, മേ ബി താഴേക്കും വീഴാം. നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി അടുത്തൊരു ഡോജി ടൈപ്പ് നോക്കാം. ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഡ്രാഗൺ ഫ്ലൈ ഡോജി. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈ ഡോജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ടി ഷേപ്പിലാണ്. ഇവിടെ എന്ത് ഫോം ആകത്തില്ല? നമ്മുടെ ബോഡി ഫോം ആകത്തില്ല, വിക്ക മാത്രമായിട്ടായിരിക്കും ഫോം ആകുന്നത്. ടി ഷേപ്പിലായിരിക്കും നമുക്ക് ഡ്രാഗൺ ഫ്ലൈ ഡോജി കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണാം ലോ മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ലോ ഞാനൊരു 90 രൂപ കൊടുക്കുവാണ്. 90 രൂപയിൽ വന്ന് ലോ മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അപ്പർ വിക്കില്ല, ബോഡിയും ഇല്ല. രണ്ട് കാര്യങ്ങളില്ല, ബോഡിയും ഇല്ല, ഒരു അപ്പർ വിക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? ഓപ്പൺ ഈക്വൽ ടു ഹൈ ഈക്വൽ ടു ക്ലോസ്. അതായത് ഓപ്പണായ വിലയും അതുപോലെ തന്നെ ഹൈ പോയിട്ടുള്ള വിലയും അതുപോലെ തന്നെ അവസാനം വന്ന് ക്ലോസ് ആയ വിലയും ഒരേ 100 രൂപയാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം ഓപ്പണായത് 100 രൂപയിലാണ്. അതിനുശേഷം 90 രൂപ വരെ താഴേക്ക് ഇറങ്ങി അവസാനം ക്ലോസ് ആകുന്ന സമയത്ത് സെയിം 100 രൂപയിൽ തന്നെ വന്ന് ക്ലോസ് ആയി. സെപ്പറേറ്റ് ഒരു ഹൈ അവിടെ മേക്ക് ചെയ്തിട്ടില്ല. ഓപ്പണായ വില 100 രൂപയാണ്, ഹൈ പോയിട്ടുള്ള വില 100 രൂപയാണ്, ക്ലോസ് ആയിട്ടുള്ള വിലയും 100 രൂപയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു അപ്പർ വീക്കോ അല്ലെങ്കിൽ ഒരു ബോഡിയോ ഫോം ആകത്തില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ഡ്രാഗൺ ഫ്ലൈ ഡോജി ഫോം ആയി കഴിഞ്ഞാൽ വില അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് സംഭവിക്കാനായിട്ടാണ് സാധ്യത. ഇനി മറ്റൊരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഗ്രേവ് സ്റ്റോൺ ഡോജി. ഗ്രേവ് സ്റ്റോൺ ഡോജി. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കാണാനായിട്ട് കഴിയുന്നത്. നേരത്തെ ടി ഷേപ്പ് ആയിരുന്നു, അതിന് നേരെ തലതിരിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ഷേപ്പിലായിരിക്കും നമുക്ക് ഗ്രേവ് സ്റ്റോൺ ഡോജി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവ് സ്റ്റോൺ ഡോജിയുടെ പ്രത്യേകത എന്താണ്? നമുക്കിവിടെ ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ നമുക്കൊരു 110 രൂപ കൊടുക്കാം. 110 ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ബോഡിയോ അല്ലെങ്കിൽ ഒരു ലോവർ വിക്കോ ഫോം ആകാത്തത്? ഓപ്പൺ ഈക്വൽ ടു ലോ ഈക്വൽ ടു അതുപോലെ തന്നെ ക്ലോസ് 100 രൂപ കൊടുക്കുകയാണ്. അതായത് ഇന്നത്തെ ദിവസം ഓപ്പണായ വില 100 രൂപയാണ്. ഇന്നത്തെ ദിവസം ലോ വന്നിട്ടുള്ള വില 100 രൂപയാണ്. ഇന്നത്തെ ദിവസം ക്ലോസ് ആയിട്ടുള്ളതും സെയിം 100 രൂപയിൽ തന്നെയാണ്. അതിനിടയ്ക്ക് 110 രൂപ ഒരു ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു അപ്പർ വിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഡ്രാഗൺ ഫ്ലൈ ഡോജിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് സാധ്യത? വില താഴേക്ക് ഇടിയാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഈ ഒരു ആരോ മാർക്കും കൂടെ പ്ലേസ് ചെയ്ത് പോകുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു ഡോജി ടൈപ്പ് ഉണ്ട്, ലോങ് ലെഗഡ് ഡോജി. ലോങ് ലെഗഡ് ഡോജി ആദ്യം നമ്മൾ കണ്ട ഡോജിക്കാലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലോങ് ലെഗഡ് ഡോജി സെയിം നമ്മൾ ആദ്യം കണ്ടതുപോലെയാണ്, പക്ഷേ അപ്പർ വിക്കിനും ലോവർ വിക്കിനും കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പർ വിക്കിനും ലോവർ വിക്കിനും ലെങ്ത്ത് കൂടുതലാണ്. ഇതൊരു കംപ്ലീറ്റ് ഇൻഡിസിഷൻ ക്യാൻഡിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം കണ്ട ഡോജി തന്നെയാണ്. ഓപ്പൺ ഈക്വൽ ടു ക്ലോസ് ആയതുകൊണ്ട് ബോഡി ഫോം ആകത്തില്ല, ഹൈയും ലോയും മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പർ വിക്കിനും ലോവർ വിക്കിനും ലെങ്ത്ത് വളരെയധികം കൂടുതലാണ്. ഇതൊരു കംപ്ലീറ്റ് ഇൻഡിസിഷൻ ക്യാൻഡിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് അപ്പ് സൈഡിലേക്കോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കോ മൂവ്മെൻറ്റ് നടത്താനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ്മെൻറ്റ് നടത്തുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റത്തോടു കൂടിയുള്ള ഒരു മൂവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ലോങ് ലെഗഡ് ഡോജി ഒരു കംപ്ലീറ്റ് ഇൻഡിസിഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ആ ഡയറക്ഷനിലേക്ക് പോകാനായിട്ടാണ് സാധ്യത. ഇനി അടുത്തൊരു ക്യാൻഡിൽ സ്റ്റിക്ക് ടൈപ്പാണ് സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽസ്. സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽസ്. സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽസ്. അപ്പോൾ ഈ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽസിലും ബുള്ളിഷ് സ്പിൻ ടോപ്പും ഉണ്ട്, അതുപോലെ തന്നെ ബെയറിഷ് സ്പിന്നിങ് ടോപ്പും ഉണ്ട്. ബുള്ളിഷുമുണ്ട്, ബെയറിഷുമുണ്ട്. അപ്പോൾ ഇവിടെ ബോഡിയും ഫോം ആകുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പർ വിക്കും
ലോവർ വിക്കും ഫോം ആകുന്നുണ്ട്. ബുള്ളിഷ് സ്പിന്നിംഗ് ടോപ്പ് ഫോം ആകുന്നത് ഗ്രീൻ കളറിലാണ്. അപ്പർ വിക്കും ലോവർ വിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സ്പിന്നിംഗ് ടോപ്പിൻ്റെ പ്രത്യേകത ബോഡി ചെറുതായിരിക്കും. അപ്പർ വിക്കും ലോവർ വിക്കും നമുക്കിതുപോലെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ബെയറിഷ് സ്പിന്നിംഗ് ടോപ്പും ഫോം ആകുന്നത്. റെഡ് കളറിലായിരിക്കും ഫോം ആകുന്നത്. അപ്പർ വിക്കും ലോവർ വിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഷേപ്പിലായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ബോഡി ചെറിയൊരു ബോഡി മാത്രം സെൻറ്ററിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പർ വിക്കും ലോവർ വിക്കും ഫോം ആയിട്ടുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്പിന്നിംഗ് ടോപ്പ് ക്യാൻഡിൽ ഫോം ആകുന്നത്. അപ്പോൾ ഒരു ബുള്ളി സ്പിന്നിംഗ് ടോപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു ബുള്ളി സ്പിന്നിംഗ് ടോപ്പ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ പ്രൈസ് അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. അതേസമയം ബെയറിഷ് സ്പിന്നിംഗ് ടോപ്പ് എടുത്ത് നോക്കിയാലോ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ഇനി അടുത്തൊരു ക്യാൻഡിൽസ്റ്റിക് ടൈപ്പിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ഹാമർ ആൻഡ് ഹാങ്ങിങ് മാൻ. ഹാമറും അതുപോലെ തന്നെ ഹാങ്ങിങ് മാനിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹാമർ ആൻഡ് ഹാങ്ങിങ് മാൻ. ഹാമറും അതുപോലെ തന്നെ ഹാങ്ങിങ് മാനും. അപ്പോൾ ഈ ഹാമർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചുറ്റികയുടെ രൂപത്തിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രീൻ കളറിലായിരിക്കും ഫോം ആകുന്നത്. അപ്പർ വിക്ക് കാണത്തില്ല, ലോവർ വിക്ക്. അപ്പോൾ ഒരു വിക്ക് ഫോം ആകുന്നു, അതിൻ്റെ ഏറ്റവും മേളിൽ ഒരു ബോഡി കാണുന്ന രീതിയിലാണ് നമുക്ക് ഹാമർ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ അപ്പർ വിക്ക് ഫോം ആകാത്തത്? ഇവിടെ ക്ലോസ് ആയതും അതുപോലെ തന്നെ ഹൈ പ്രൈസും സെയിം ആണ്. ക്ലോസ് ഈക്വൽ ടു ഹൈ ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇവിടെ ഒരു അപ്പർ വിക്ക് ഫോം ആകാത്തത്. ഇനി അതേസമയം നമ്മുടെ ഹാങ്ങിങ് മാൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ സെയിം രീതിയിലാണ്. മേളിലൊരു ബോഡി ഉണ്ടാവും, പക്ഷേ അത് റെഡ് കളർ ബോഡിയാണ്. താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോവർ വിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ഹാങ്ങിങ് മാൻ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഹാമർ ഫോം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വില അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ടാണ് സാധ്യത. അതേസമയം ഹാങ്ങിങ് മാൻ ഫോം ആയി കഴിഞ്ഞാലോ വില ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ഇനി അടുത്തൊരു ക്യാൻഡിൽസ്റ്റിക് ടൈപ്പിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽസ്. ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽസ്. അപ്പോൾ ഇവിടെ നമുക്ക് ബുള്ളി ഷൂട്ടിംഗ് സ്റ്റാറും അതുപോലെ തന്നെ ബെയർ ഷൂട്ടിംഗ് സ്റ്റാറും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബുള്ളി ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ആകുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച ഹാമറും ഹാങ്ങിങ് മാൻ്റെയും നേരെ ഓപ്പോസിറ്റാണ് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. താഴെ നമുക്ക് ഒരു ബോഡി കാണാനായിട്ട് കഴിയും. താഴെ ഇതുപോലൊരു ബോഡി കാണാനായിട്ട് കഴിയും. മേൽഭാഗത്തായിരിക്കും നമുക്ക് ആ ഒരു വിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹാമറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ വരുന്നത്. സോ ഇത്തരത്തിലാണ് നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ, ബുള്ളി ഷൂട്ടിംഗ് സ്റ്റാർ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ബെയറിഷ് ആണെങ്കിലോ റെഡ് കളറിലായിരിക്കും ഫോം ആകുന്നത്. അപ്പർ സൈഡിലാണ് നമുക്ക് ആ ഒരു വിക്ക് വരുന്നത്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ബെയർ ഷൂട്ടിംഗ് സ്റ്റാർ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു ബുള്ളി ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ആയി കഴിഞ്ഞാൽ വില അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. അതേസമയം ബെയർ ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ആയി കഴിഞ്ഞാലോ ഡൗൺ സൈഡിലേക്ക് വില മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സിംഗിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റിയിട്ടായിരുന്നു ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും കുറച്ച് ടൈപ്പ് ഓഫ് പാറ്റേൺസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അഡ്വാൻസ് ലെവലിലുള്ള ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞു ഹാമർ ഫോം ആയി കഴിഞ്ഞാൽ, ഹാമർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ബോഡി ഫോം ആകുന്നു. അതിനുശേഷം താഴേക്കൊരു ലോവർ വിക്ക് ഫോം ആകുന്നു. ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ പഠിച്ചത്. ചെറിയൊരു അപ്പർ വിക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതിനെ ഹാമറായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എക്സാക്റ്റ് നമ്മൾ പഠിച്ച അതേ ഷേപ്പിൽ തന്നെ കിട്ടണമെന്നില്ല. ചെറിയ അപ്പർ വിക്കോ ലോവർ വിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതാത് ക്യാൻഡിലായിട്ട് തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ നമ്മുടെ മർബോസു ക്യാൻഡിൽ വിക്ക് ഫോം ആകാതെ ബോഡി മാത്രമായിട്ട് ഫോം ആകും എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. പക്ഷേ ചെറിയൊരു അപ്പർ വിക്കൊക്കെ വന്നാലും അല്ലെങ്കിൽ ചെറിയൊരു ലോവർ വിക്കൊക്കെ ഉണ്ടെങ്കിലും നമുക്കതിനെ മർബോസു ക്യാൻഡിലായിട്ട് തന്നെയാണ് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരിക. ഓരോ ക്യാൻഡിൽസായിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ പഠിച്ച ഹാങ്ങിങ് മാൻ ആണ്, അല്ലെങ്കിൽ ഹാമറാണ്, അതുപോലെ തന്നെ സ്പിന്നിംഗ് ടോപ്പാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ട്. പല ടൈപ്പ് ഓഫ് ക്യാൻഡിൽ പാറ്റേണിനെ പറ്റി നിങ്ങൾക്ക്
ഇവിടെ തന്നെ അനലൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തന്നെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്